നമസ്കാരം. ജോബ് ഇൻഫോ പ്ലസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് GDS ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറെ ഡൗട്ട്സ്, അതിന് ഉത്തരങ്ങളും ഒക്കെയാണ്. അപ്പൊ അതിൽ ആദ്യമായിട്ട് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് OBC-കാർക്ക് ജനറൽ കാറ്റഗറിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യമാണ്. അപ്പൊ ജനറൽ കാറ്റഗറിയിൽ ഏതൊരാൾക്കും അപ്ലൈ ചെയ്യാം. OBC എന്ന് പറയുന്നത് നോൺ ക്രീമി ലെയർ OBC-ക്കാണ് റിസർവേഷൻ ഉള്ളത്. അപ്പോൾ OBC വിത്ത് നോൺ ക്രീമി ലെയർ ആണെങ്കിൽ നമുക്ക് റിസർവേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ OBC നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് ആണ് നമുക്ക് ആവശ്യമായിട്ട് വരിക. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, താലൂക്കിൽ നിന്നുള്ള OBC നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പൊ അത് മേടിച്ചു വെക്കുക. അങ്ങനെയുള്ളവർക്കാണ് OBC കാറ്റഗറിയിൽ നമുക്ക് റിസർവ്ഡ് ആയിട്ടുള്ള പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പൊ ജനറൽ കാറ്റഗറിയിൽ നമുക്ക് OBC-കാർക്കും ഒക്കെ അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ജനന സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ടോ, ബർത്ത് സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ടോ എന്നുള്ള കാര്യമാണ്. ജനനത്തീയതിയിൽ എന്തോ വ്യത്യാസം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അതൊന്നും പ്രശ്നമില്ല. നമ്മുടെ SSLC ബുക്കിൽ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റ് ആയിട്ടുണ്ടായിരിക്കും. ആ ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കും നമ്മൾ അനലൈസ് ചെയ്യുന്നത്. അല്ലാണ്ട് ജനന സർട്ടിഫിക്കറ്റിലെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഒന്നും നമ്മുടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷന് ചോദിക്കത്തില്ല. അടുത്തതായിട്ട് ചോദിച്ചിരിക്കുന്ന ഒരു കമന്റ് എന്ന് പറയുന്നത് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് പ്രിഫറൻസ് ഉണ്ടെന്നുള്ളൊരു കാര്യമാണ്. അത് കറക്റ്റ് ആണ്. ഫീമെയിൽ കാൻഡിഡേറ്റ്സിനാണ് മെയിൽ കാൻഡിഡേറ്റ്സിനെക്കാളും പ്രിഫറൻസ് ഉള്ളത് എന്ന് കരുതി മെയിൽ കാൻഡിഡേറ്റ്സിനെ കിട്ടത്തില്ല എന്നല്ല. ഒരുപാട് പേര് മെയിൽ കാൻഡിഡേറ്റ്സ് ജോലി ചെയ്യുന്നവരുണ്ട്. അപ്പോൾ കൂടുതലും പ്രിഫറൻസ് വരുന്നത് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനാണ്. ഇനി അടുത്തതായിട്ട് ചോദിച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പ്രൊമോഷൻ ചാൻസ് ഉണ്ടോ, പ്രൊമോഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസിന്റെ സാലറി പ്ലസ് അലവൻസ് കിട്ടുമോ എന്നുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും കിട്ടും. 3 വർഷം കഴിഞ്ഞു കഴിയുമ്പോൾ, അതായത് 3 വർഷത്തെ സർവീസിന് ശേഷം നമുക്ക് പ്രൊമോഷൻ ടെസ്റ്റ് എഴുതാം. പ്രൊമോഷൻ ടെസ്റ്റിൽ നമുക്ക് എഴുതി കയറുവാണെങ്കിൽ തീർച്ചയായിട്ടും സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസിന്റെ ആനുകൂല്യങ്ങളെല്ലാം നമുക്കും കിട്ടും. ഇനി അടുത്തതായിട്ട് ചോദിക്കുന്നത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോ എന്നുള്ള കാര്യമാണ്. എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഒരു കറക്ഷൻ വിൻഡോ ടൈം പറയുന്നുണ്ട്. ഓഗസ്റ്റ് 6-ാം തീയതി മുതൽ ഓഗസ്റ്റ് 8-ാം തീയതി വരെ. അപ്പൊ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ കൊടുത്ത പ്രിഫറൻസുകൾ ചേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ ഓർഡർ മാറ്റാൻ അങ്ങനെയുള്ളതിനെല്ലാം നമുക്ക് ഈ ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത് നമ്മളെ സഹായിക്കും. നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് എനിക്കറിവുള്ള കാര്യം എന്ന് പറയുന്നത്. നമ്മുടെ കൊടുത്ത പ്രിഫറൻസ് മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ ഒരു കറക്ഷൻ വിൻഡോ ടൈമിൽ നമുക്ക് കറക്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്. ഇനി അടുത്തതായിട്ട് ചോദിച്ചിരിക്കുന്ന ഒരു ഡൗട്ട് എന്ന് പറയുന്നത് ഈ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈവനിങ് ടൈമിൽ വേറൊരു ജോലിക്ക് പോവാം, ട്യൂഷൻ എടുക്കാം, ഇങ്ങനെയുള്ള കാര്യമൊക്കെയാണ്. അപ്പൊ നമ്മൾ ഈ ജോലിക്ക് കയറുന്ന സമയത്ത് നമുക്കൊരു ഡിക്ലറേഷൻ കൊടുക്കേണ്ടതായിട്ട് വരും. നമുക്ക് മറ്റൊരു വരുമാന മാർഗം ഉണ്ടെന്നുള്ളൊരു ഡിക്ലറേഷൻ നമ്മുടെ ഇന്ന് മേടിക്കാറുണ്ട്. അത് നമ്മുടെ നോട്ടിഫിക്കേഷനിലും പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ട്യൂഷൻ എടുക്കുന്നത് കൊണ്ട് യാതൊരു തരത്തിലുള്ള തടസ്സങ്ങളും ഒന്നുമില്ല. നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ഒരു ജോലിയുടെ കൂടെ തന്നെ നിങ്ങൾക്ക് അതും ചെയ്യാം. ഇനി റിസൾട്ട് എപ്പോഴാണ് വരുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ റിസൾട്ട് വരുന്ന ആ ഒരു ടൈം ആകുമ്പോൾ ഞാൻ അപ്ഡേറ്റ് തരാം. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വീഡിയോസ് ചെയ്തു തരും. അതേപോലെ തന്നെ റിസൾട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ഒരു വീഡിയോ പ്രതീക്ഷിക്കാം. അപ്പൊ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ ഇനിയും പുതിയ പുതിയ ജോബ് നോട്ടിഫിക്കേഷനും വേക്കൻസീസും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.